കോവിഡ്-19 എന്ന മഹാമാരി ലോകത്തെ ആകെ ബാധിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2 മാസങ്ങളായി ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ലോക്ഡൌണിനെ അഭിമുഖീകരിക്കുകയാണ്. ലോകം ഒരു മുറിക്കുള്ളിലേക്ക് ഒതുങ്ങുന്ന അനുഭവം നമ്മിൽ പലർക്കും ആദ്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, തൊഴിൽ രഹിതരായവർ, അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർ, ഗർഭിണികൾ, കുട്ടികൾ, പ്രായമായവർ തുടങ്ങി വലിയ വിഭാഗമാണ് നാട്ടിലേക്ക് മടങ്ങാനാകാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മടക്കിക്കൊണ്ടുവരാനായി കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന മഹാദൌത്യമാണ് വന്ദേ ഭാരത് മിഷൻ. ഇതിനു പുറമെ സമുദ്രമാർഗം പ്രവാസികളെ എത്തിക്കുന്ന സമുദ്ര സേതു പദ്ധതിക്കും കേന്ദ്ര ഗവൺമെന്റ് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അബുദാബിയിൽ നിന്നും 4 കുട്ടികളടക്കം 181 യാത്രക്കാരുമായുള്ള ആദ്യ വിമാനം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തി. തുടർന്ന് 182 യാത്രക്കാരുമായി ദുബായിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനം കോഴിക്കോട് കരിപ്പൂരിലെത്തി. 50, 40, 30, minimum 20, 10, retard. ആശ്വാസത്തിന്റെ ആദ്യ കണങ്ങളുമായായിരുന്നു ഇരു വിമാനങ്ങളും കേരളത്തിൽ ഇറങ്ങിയത്. ദുബായ്, അബുദാബി വിമാനത്താവളങ്ങളിലേക്ക് മടക്കയാത്രയ്ക്കായി എത്തിയ പ്രവാസികൾക്ക് വിമാനത്താവളങ്ങളിൽ റാപ്പിഡ് ആന്റിബോഡി പരിശോധന, രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുറപ്പാക്കിയ ശേഷമായിരുന്നു യാത്ര. യാത്രക്കാർക്ക് പ്രത്യേക സുരക്ഷാ കിറ്റുകളും അധികൃതർ നൽകി. മാസ്കുകൾ, കയ്യുറകൾ, സാനിറ്റൈസർ, കുടിവെള്ളം, ടിഷ്യൂ എന്നിവ അടങ്ങിയതായിരുന്നു കിറ്റുകൾ. വന്ദേ ഭാരത് മിഷനിലെ ആദ്യ വിമാനത്തിൽ മടങ്ങിയെത്താനായതിൽ സന്തോഷമുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു. പ്രഗ്നന്റ് ആയിരുന്നു. ലോക്ക്ഡൌൺ കാരണം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു നാട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്ത്യൻ എംബസിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അവർ വളരെയധികം ഹെൽപ്പ് ചെയ്തു. നാട്ടിലേക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റൊക്കെ റെഡിയാക്കി തന്നു. അതിന് ഇന്ത്യൻ എംബസിക്കും ഇന്ത്യൻ ഗവൺമെന്റിനും വളരെയധികം താങ്ക്സ് ഉണ്ട്. I would like to tell that everyone that at the moment I registered in Indian Embassy, all the officials they had called us repeatedly and follow-ups have been done. Indian Embassy-യോടും എയർ ഇന്ത്യയോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. Thanks to Embassy and the Consulate, all the people supported me in the crisis time. Thanks a lot. Thanks for all the support. Actually, I am a brain tumor patient. I am going to Vellore CMC Hospital for the primary and the detailed checkup, and also the second open surgery also. So supported people behind me, all thanks and sincere thanks to everyone. So I am very much happy. I am very much thankful to Embassy and all the people who coordinate for this and they make us to get a chance. And very thanks to all the people behind this. വന്ദേ ഭാരത് മിഷനിലൂടെ വിവിധ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ടുപോയവരെ തിരികെ എത്തിക്കുന്നതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിദേശകാര്യ, വ്യോമയാന മന്ത്രാലയങ്ങളുടെയും പ്രവർത്തനം മാതൃകാപരമാണെന്ന് UAE-യിലെ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ പ്രതികരിച്ചു. Due to the joint effort of the whole government of India, the Ministry of External Affairs, the Ministry of Civil Aviation, the Ministry of Home Affairs, and of course the Ministry of Health and Family Welfare. I want to thank everyone in India for their joint effort in making this happen. ഗർഭിണികൾ, അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർ, ജോലി നഷ്ടപ്പെട്ട് കഴിയുന്നവർ, വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്ന് ലോക്ഡൌണിനെ തുടർന്ന് വിമാനത്താവളങ്ങളിൽ കഴിയുന്നവർ ഉൾപ്പെടെയുള്ളവരായിരുന്നു ആദ്യ വിമാനത്തിലെ യാത്രക്കാർ. ദീർഘനാളായി വിദേശ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ടുപോയവരെ നാട്ടിലെത്തിക്കുന്ന ദൌത്യത്തിന്റെ തുടക്കക്കാരാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് വിമാന ജീവനക്കാർ പറഞ്ഞു. This mission Vande Bharat, which is being organized by Government of India to bring back our stranded fellow countrymen
back to India, I take this privilege to represent my company Air India Express, which goes by the mission of simply priceless, to undertake this priceless mission of bringing back our fellow countrymen who are stranded and are in need. We are all very positive, and we would like to assure all the family members back home. Also, I would like to thank our management, the guidance of our CEO and Chief Operating Operations, under whose guidance and vision we have been able to plan, who have ensured that in coordination with Ernakulam Medical College and Dr. Ganesh at Ernakulam Medical College, that we have been able to plan out this evacuation flight, undertake all the training that was required for this mission. There are risks, there are challenges involved, and we have been trained to mitigate those risks and challenges, and that is why this mission, we are all prepared for it. വളരെയധികം സന്തോഷം തന്നെയുണ്ട്. ഒട്ടും തന്നെ ഭയമില്ല ഞങ്ങൾക്ക്. കാരണം കമ്പനി ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു ദൗത്യം ഏൽപ്പിച്ച് തന്നപ്പോൾ തന്നെ വളരെയധികം അഭിമാനത്തോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളത് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രിക്കോഷൻസ് എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. റിസ്ക് മാറ്ററിൽ ഉപരി നമ്മുടെ പ്രവാസി മലയാളികളെ നാട്ടിലോട്ട് കൊണ്ടുവരുന്ന ഒരു ദൗത്യം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. Actually, my family is the most supportive part for this job, and they told that be proud for yourself and support the people who is around there. And we as a team, we are a group, we are fully trained, and we are fully all prepared to evacuate all the passengers out there. And we all are together as one, and we will help all the passengers out there as a one good team, as a simply priceless Air India Express team. See, on behalf of our company Air India Express Limited, we are proud to be part of this Vande Bharat mission. First of all, we received the proper briefing from Medical College Kalamassery, led by Dr. Ganesh and assisted by Vidya and Dr. Manu. He briefed about how to deal with these passengers, and also we received the proper guidelines from the company. So because of that, we all are well prepared for this mission. It's okay, they all are supporting. Even from my locality also, I am getting enough support to operate this mission, because we all know our sisters and brothers are stuck there in abroad due to this pandemic COVID-19. So I think it's my proud, to step forward to handle this mission. That's what I personally believe. Handling 177 plus 5 infants, and everything went off very smoothly. There were no issues. Everything was looked after very well by my crew. Thank all of them. So we took care of everything, actually, safety and the company SOP procedures. Everything went well as per the captain. So it was a good flight for us going to Seychelles. All the operating procedure has been followed with standard things, and all the passengers have been well taken care with all the announcement time to time. It was a very nice flight and smooth. It was a good experience. Different experience. First time we are doing the evacuation flight. Better coordination helped us to take our beloved ones back to their own country. I'm so happy, and it was a very good experience for me. It was a very good experience, and we have made all the standard operating procedures, and they are the backbone of. So we are really happy to take them back to their homeland. Yeah, I'd like to thank all the staff that worked at the back, especially the coordinators, the Air India Express, the Air India staff. They have done a good job. It's a teamwork. It's teamwork, yeah. It's a teamwork. Great going, guys. Wishing Express all the best. Thank you so much. മടങ്ങിയെത്തിയ പ്രവാസികൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വിമാനത്തിൽ നിന്നിറങ്ങിയ യാത്രക്കാർക്ക് തെർമൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കോവിഡ് പ്രതിരോധത്തിനായി ഉള്ള അവബോധ ക്ലാസ് നൽകി. തുടർന്ന് വിവിധ ജില്ലകളിൽ ഒരുക്കിയ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയായിരുന്നു.
ഇനിയുള്ള 7 ദിവസം പ്രവാസികൾ ഗവൺമെന്റ് ഒരുക്കിയ കേന്ദ്രങ്ങളിൽ കഴിയണം. 7 ദിവസത്തിന് ശേഷം നടത്തുന്ന PCR പരിശോധനയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആശുപത്രികളിൽ ഒരുക്കിയിരിക്കുന്ന ഐസൊലേഷനിലേക്കും രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ 7 ദിവസത്തെ ഗൃഹനിരീക്ഷണത്തിലും അയക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്നവരെ നിരീക്ഷിക്കാൻ 15,962 വാർഡ് തല സമിതികൾക്കും സംസ്ഥാന ഗവൺമെന്റ് രൂപം നൽകിയിട്ടുണ്ട്. പ്രവാസികളുടെ വീട്ടിലെ ഐസൊലേഷൻ ഉറപ്പാക്കുക എന്നതാണ് വാർഡ് തല സമിതികളുടെ പ്രവർത്തന ലക്ഷ്യം. വന്ദേ ഭാരത് മിഷൻ ആദ്യഘട്ടം 64 വിഭാഗങ്ങളിലായാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്ന ദൌത്യത്തിൽ പങ്കാളികളാകുന്നത്. 12 രാജ്യങ്ങളിൽ നിന്നുള്ള 14,800 പേരെ ആദ്യഘട്ടത്തിൽ നാട്ടിലെത്തിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. സ്വന്തം നാട്ടുകാരെ തിരികെ എത്തിക്കാൻ നടക്കുന്ന ഏറ്റവും വലിയ ദൌത്യമാണ് ഇപ്പോൾ നടക്കുന്ന വന്ദേ ഭാരത് മിഷൻ. വന്ദേ ഭാരത് മിഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേന്ദ്ര സിവിൽ വ്യോമഗതാഗത വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി. The present exercise is a limited exercise to address the problems of those of our citizens who are in foreign countries and who are distressed and find themselves stranded, either because their visas have run out, or they are being deported, or they went to these countries just before the lockdown for work and need to get back. So a comprehensive plan has been drawn up to address the particular issue of those of our citizens who find themselves distressed and have been stranded in foreign countries. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ഇന്ത്യയുടെ ഈ മഹാദൌത്യത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇതിനു പുറമെ മാലിദ്വീപിൽ നിന്നുള്ള പ്രവാസികളെ കടൽമാർഗം എത്തിക്കുന്നതിനായി സമുദ്രസേതു പദ്ധതിയും കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. മാലിദ്വീപിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ആദ്യ കപ്പൽ ഞായറാഴ്ച എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 750 യാത്രക്കാരാണ് ഈ കപ്പലിലുള്ളത്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരെ സമുദ്രമാർഗം നാട്ടിലെത്തിക്കുന്ന ഓപ്പറേഷൻ സമുദ്രസേതുവിന്റെ ഭാഗമായി നാവികസേന വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓപ്പറേഷൻ സമുദ്രസേതു ദൌത്യത്തിന്റെ ആദ്യഘട്ടത്തിൽ 2000-ഓളം പേരെ സമുദ്രമാർഗം ഇന്ത്യയിലെത്തിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മാലിദ്വീപിൽ ഇന്നലെ എത്തിച്ചേർന്ന നാവികസേനയുടെ INS ജലാശ്വ 750 യാത്രക്കാരുമായി ഉടൻ മടക്കയാത്ര ആരംഭിക്കും. The evacuation exercise from Maldives has just begun. You see in the background INS Joshua with 698 Indians from Malé to Kochi. And I would like to thank the Indian Navy to make the ship available under Operation Samudra Setu. മാലദ്വീപിന്റെ തലസ്ഥാനമായ മാലിയിലാണ് വർക്ക് ചെയ്യുന്നത്. മാലദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇതുപോലൊരു ഇവാക്വേഷൻ നമ്മൾ നേരിട്ട് കാണുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ഇവാക്വേഷൻ ഇത്രയധികം സഹായത്തോടുകൂടെ ഇന്ത്യൻ നേവിയുടെ സഹായത്തോടുകൂടെയും ഇവിടെ നിന്ന് മാലദ്വീപിൽ നിന്നും ഞങ്ങൾ കേരളത്തോട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. 2 ദിവസത്തെ ജേണിയാണ്. ഈ 2 ദിവസത്തെ ജേണിയിൽ ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാ സഹായങ്ങളും നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിരിക്കുന്നു. ഇതുവരെ എല്ലാ സഹായവും ഞങ്ങൾ സംതൃപ്തരുമാണ്. ഈ ഒരു സഹായത്തിന് ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും നമ്മുടെ മുന്നിൽ ഏർപ്പെടുത്തുന്നു. It's a very great thing that the High Commission did for us. We don't have any issue till now. We got everything with proper guidelines. All the things done by High Commission. Hats off to them. കേന്ദ്ര ഗവൺമെന്റിന്റെ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി 5 വിമാനങ്ങളാണ് രാജ്യത്തെത്തുന്നത്. സിംഗപ്പൂർ, ബംഗ്ലാദേശ്, സൗദി അറേബ്യ, ബഹ്റിൻ, ദുബായ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികളെയാണ് നാട്ടിലെത്തിക്കുന്നത്. ഇതിൽ 2 വിമാനങ്ങൾ കേരളത്തിലേക്ക് ഉള്ളതാണ്.
കൊറോണ ഭീതിയെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നവരിൽ ഗർഭിണികൾക്കും രോഗബാധിതർക്കും മുൻഗണന നൽകുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന പ്രവാസി സമൂഹത്തിന്റെ സംശയങ്ങൾക്കുള്ള മറുപടി സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ഗർഭിണികളായിട്ടുള്ള ആളുകളെ ഈ മുൻഗണന നൽകേണ്ട പട്ടികയിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഒരു കാര്യം, സർട്ടിഫൈഡ് ടു ഫ്ലൈ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യണം എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. UAE-യിലെ ഇന്ത്യൻ എംബസിയിൽ മാത്രം 2 ലക്ഷത്തോളം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു. തിരിച്ചു വരുന്നതിനായി ഏറ്റവും കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നാണ് വിമാന സർവീസുകൾ തുടങ്ങിയത്. അതിനാൽ UAE, സൗദി, കുവൈറ്റ്, ബഹ്റിൻ, ഒമാൻ, സിംഗപ്പൂർ, മലേഷ്യ, അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് സർവീസുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫിലിപ്പൈൻസ്, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വൈകാതെ വിമാന സർവീസുകൾ ആരംഭിക്കും. ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി എല്ലാ രാജ്യങ്ങളിൽ നിന്നും വിമാന സർവീസുകൾ ഏർപ്പെടുത്താനാണ് വിദേശകാര്യ വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാലിദ്വീപിൽ നിന്നും ഈ ആഴ്ച 3 കപ്പലുകളിൽ കൊച്ചിയിലേക്ക് ആളുകളെ കൊണ്ടുവരാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും വി മുരളീധരൻ പറഞ്ഞു. മാലിദ്വീപിൽ നിന്ന് ഇപ്പോ തീരുമാനിച്ചിട്ടുള്ളത് കപ്പലുകളിൽ ഉള്ള നമ്മുടെ കൊച്ചിയിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരാനാണ്. ഈ ആഴ്ച അത്തരത്തിൽ 3 കപ്പലുകളിൽ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. വിമാന സർവീസ് മാലദ്വീപിൽ നിന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പൊ തീരുമാനം എടുത്തിട്ടില്ല. എറണാകുളം ജില്ലയിൽ 13,000-ഓളം മുറികൾ സജ്ജീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വിദേശത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളെ താലൂക്ക് തലത്തിൽ ക്വാറന്റൈൻ ചെയ്യുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വരുന്ന യാത്രക്കാരെ മുഴുവൻ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി ക്വാറന്റൈൻ ചെയ്ത്, ഞങ്ങളിപ്പോൾ നേരത്തെ തീരുമാനിച്ച 7 ദിവസം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൽ ക്വാറന്റൈൻ ചെയ്യുക, സ്വാബ് ടെസ്റ്റിങ്ങിന് ശേഷം നെഗറ്റീവായിട്ടുള്ള കേസുകളാണെങ്കിൽ വീടുകളിലേക്ക് അയച്ച് അവിടെ 7 ദിവസം ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കുക എന്ന നിലയിലാണ് കണ്ടത്. ഇപ്പോൾ 14 ദിവസവും ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യണമെന്നുള്ള പൊതുനിർദ്ദേശം വന്നിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും 14 ദിവസവും ഇവിടെ തന്നെ ക്വാറന്റൈൻ ചെയ്ത് അവരെ വീട്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ ക്വാറന്റൈൻ കാലാവധി സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ നോർക്ക പുറത്തിറക്കി. പുറപ്പെടുന്ന സ്ഥലത്ത് പരിശോധനയ്ക്ക് വിധേയരാകാത്ത പ്രവാസികൾ കേരളത്തിലെത്തുമ്പോൾ 14 ദിവസം ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുള്ള ക്വാറന്റൈനിൽ കഴിയണം. പുറപ്പെടുന്ന സ്ഥലത്ത് പരിശോധനയ്ക്ക് വിധേയരായ ശേഷം എത്തുന്ന കോവിഡ് നെഗറ്റീവായവർ 7 ദിവസം ഗവൺമെന്റ് സജ്ജമാക്കിയിട്ടുള്ള ക്വാറന്റൈനിൽ കഴിയണം. രോഗലക്ഷണങ്ങളില്ലെങ്കിൽ ഇവരെ വീടുകളിൽ അയക്കും. തുടർന്നുള്ള 7 ദിവസം ഇവർ വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയണം. ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നവരെ സ്വന്തം ജില്ലകളിലാണ് താമസിപ്പിക്കുക. ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഗതാഗത സൌകര്യം വിമാനത്താവള ജില്ലകളിലെ കളക്ടർമാർ ഒരുക്കും. ലോക്ഡൌണിൽ കുടുങ്ങി മറ്റു സംസ്ഥാനങ്ങളിൽ അകപ്പെട്ട മലയാളികൾക്ക് കേരളത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നതിനായി നൽകുന്ന പാസ് ഉടൻ വിതരണം ചെയ്യില്ലെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ്. സ്ഥിതി വിലയിരുത്തിയ ശേഷം മാത്രമേ പാസ് നൽകുകയുള്ളൂ. പരിശോധന ഇല്ലാതെ വരുന്ന പ്രവാസികൾ 14 ദിവസം സർക്കാർ ക്വാറന്റൈനിൽ കഴിയണമെന്നും ചീഫ് സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു. യാതൊരു പ്രശ്നവുമില്ല. കാരണം MHA പറയുന്നതനുസരിച്ച് തന്നെയാണ് നമ്മൾ പോകുന്നത്. MHA ആവശ്യപ്പെട്ടിരിക്കുന്നത് 2 ആഴ്ചത്തെ, അതായത് 14 ദിവസത്തെ ക്വാറന്റീനാണ്. അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പം പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ എല്ലാവരെയും കോവിഡ് നെഗറ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പ്ലെയിനിലേക്ക് കയറുവാനായിട്ട് ബോർഡ് ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. പക്ഷേ ഇൻക്യുബേഷൻ പീരീഡ് ഏകദേശം 7 ദിവസം ഉള്ളതുകൊണ്ട് അവരുടനെ തന്നെ ക്വാറന്റീനിൽ പോകും. ആ 7 ദിവസത്തിനുള്ളിൽ അവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 7 ദിവസത്തെ ക്വാറന്റീന് അവർ വീട്ടിൽ ചെയ്യാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ബഹ്റിനിൽ കുടുങ്ങിപ്പോയവരെ നാട്ടിലെത്തിക്കുന്നതിന് സൌകര്യമൊരുക്കുന്ന വിദേശകാര്യ മന്ത്രാലയത്തിനും ഇന്ത്യൻ എംബസിക്കും മടങ്ങിയെത്താൻ ഒരുങ്ങുന്നവർ നന്ദി പറഞ്ഞു. നാട്ടിലെത്തിച്ചേരുന്നതിന് സഹായിച്ച കേന്ദ്ര ഗവൺമെന്റിനെയും ബംഗ്ലാദേശിലെ ഇന്ത്യൻ എംബസിയെയും വിദ്യാർത്ഥികൾ നന്ദി അറിയിച്ചു. back to our homes. We are really happy and we are thankful to the government of India. They have really helped us a lot in these difficult times, and we are thankful to our
college authorities and other faculties. Our Prime Minister Narendra Modi, he really helped us a lot. And about High Commission, and they really helped us a lot. And like they told us what we have to do and how we have to do our work. വന്ദേ ഭാരത് മിഷന്റെ ആദ്യ 2 ദിനം പിന്നിടുമ്പോൾ 700ഓളം പേരാണ് കേരളത്തിലെ തണലിലേക്ക് മാത്രം പറന്നിറങ്ങിയത്. ബഹ്റൈൻ, സൌദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെത്തി. ഇതിനു പുറമെ ധാക്ക, ദുബായ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 വിമാനങ്ങൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തിക്കഴിഞ്ഞു. വന്ദേ ഭാരത് മിഷൻ 3ാം ദിനമായ ശനിയാഴ്ച 3 വിമാനങ്ങളും കേരളത്തിലെത്തിച്ചേർന്നു. കുവൈറ്റ്, മസ്കറ്റ്, ദോഹ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെയും വഹിച്ചുള്ള വിമാനങ്ങളാണ് ശനിയാഴ്ച കേരളത്തിലെത്തിച്ചേർന്നത്. കേന്ദ്ര ഗവൺമെന്റ് വന്ദേ ഭാരത് മിഷനിൽ കേരളത്തിന് വലിയ പ്രാധാന്യമാണ് ലഭിച്ചിരിക്കുന്നത്. മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നവരിൽ 25,246 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. തമിഴ്നാട്ടിൽ നിന്ന് 6,617, മഹാരാഷ്ട്രയിൽ നിന്ന് 4,341, ഉത്തർപ്രദേശിൽ നിന്ന് 3,715, രാജസ്ഥാനിൽ നിന്ന് 3,320, തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും 2,700-ലധികം പേരുമാണ് വന്ദേ ഭാരത് മിഷനിലൂടെ നാട്ടിലേക്ക് തിരികെയെത്താൻ അർഹത നേടിയിട്ടുള്ളത്. ആദ്യഘട്ട ഒഴിപ്പിക്കലിൽ 27 വിമാനങ്ങളാണ് ഗൾഫ് മേഖലയിൽ നിന്നും സർവീസ് നടത്തുക. അതിനിടെ വന്ദേ ഭാരത് മിഷൻ 2ാം ഘട്ടം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഈ മാസം 15 മുതലാണ് മിഷന്റെ 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, ജർമ്മനി, സ്പെയിൻ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട ഇന്ത്യക്കാരെയും ഈ ഘട്ടത്തിൽ തിരികെ എത്തിക്കും. ഈ ആഴ്ച 12 രാജ്യങ്ങളിൽ നിന്നായി 15,000-ഓളം ഇന്ത്യക്കാരെയാണ് തിരികെ എത്തിക്കുന്നത്. 64 വിമാനങ്ങളിലായി രാജ്യത്തെ 14 വിമാനത്താവളങ്ങളിലേക്ക് ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കും. സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിൽ നിന്നും 14 വിമാനങ്ങൾ പുറപ്പെടും. യുഎസിൽ നിന്നും 4 വിമാനങ്ങളിലും യുകെയിൽ നിന്നും 7 വിമാനങ്ങളിലും നാട്ടുകാരെ തിരികെ എത്തിക്കും.